ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഇവാനിയൻ വേയുടെ ഈ അവസാന എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രഭാഷണത്തോടുകൂടെ ആ ഒരു വലിയ യാത്ര അവസാനിപ്പിച്ചു. പുനരൈക്യമെന്ന രക്ഷാകരമായ തിരുത്തലിലേക്ക് ഒരു ആത്മീയ യാത്ര എന്നായിരുന്നു നമ്മൾ അതിൻ്റെ സബ് ടൈറ്റിൽ കൊടുത്തിരുന്നത്. അതിനെ ഒരു ആത്മീയ യാത്ര തന്നെയാക്കി നിർത്താനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. കാരണം പിതാവിനെ കുറിച്ചും ഇങ്ങനെ ഒരു ഇവാനിയൻ വഴിയെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ പലതരത്തിൽ ചിന്തിക്കുകയുണ്ടായി. കാരണം പിതാവ് എന്ന ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണെ സോഷ്യൽ വർക്കറായിട്ടും ഒത്തിരി ഭാവങ്ങളിൽ ഇഞ്ചകോടിയിലത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 1-2 പേജുകളിൽ ദ എമൗണ്ട് ഓഫ് തിങ്സ് പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ തുടങ്ങുമ്പോൾ അത് എവിടെയൊക്കെയോ ചെന്ന് അവസാനിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നീടാണ് അതിനെ ഒരു ആത്മീയ യാത്രയായിട്ട് കാണാം. പുനരൈക്യം ഒരു ഹിസ്റ്റോറിക്കൽ ആക്ട് അല്ല, മറിച്ച് അതൊരു ചുരുളഴിയുന്ന ഒരു സ്പിരിച്വൽ വേ ആണ് എന്ന് പതുക്കെ മനസ്സിലേക്ക് വരാനും അങ്ങനെ ഒരു ആത്മീയ യാത്രയായിട്ട് അതിനെ ഫിക്സ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞതും ഒരുപക്ഷെ അതിലൂടെ യാത്ര ചെയ്തതും ഇവാനിയോസ് പിതാവിൻ്റെ ഒരു പ്രത്യക്ഷമായ ഇടപെടലുകൾ എൻ്റെ യാത്രയിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നന്ദിയോടുകൂടെ ഞാൻ ആ പിതാവിൻ്റെ ചരണത്തിലെ ശിരസ്സു നമിക്കുന്നു. കാരണം യാത്രയുടെ പല ഭാഗങ്ങളിലും വളരെ വളരെ അൺകാനി വേ, അൺഎക്സ്പ്ലെയിനബിൾ വേ എന്നെ നയിക്കുന്നതായിട്ടും ഇത് നീ പറഞ്ഞോ, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ പുനരൈക്യം എനിക്ക് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ഭാവമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മലരംഗ സഭയും ഹിസ്റ്റോറിക്കൽ പുനരൈക്യവും ഒക്കെ പുറത്തേക്ക് വന്ന്, പക്ഷെ അതെല്ലാം ഞാൻ കണ്ട മ്ലേച്ഛതയെ എങ്ങനെ ശുദ്ധീകരിക്കാം, വിശുദ്ധീകരിക്കാം എന്നുള്ള ആ ഒരു വലിയ യാത്രയായിരുന്നു അത് എന്ന് പിതാവ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുകയും ഗിരിദീപത്തിൻ്റെ ആദ്യത്തെ പേജിലേക്ക് എന്നെ കൊണ്ടുപോവുകയും മലങ്കര സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ദൈവത്തിന് അറിയാനുള്ള സോപാനങ്ങളായിട്ട് എത്രേ നമുക്ക് തോന്നിയിട്ടുള്ളത് എന്ന സെന്റൻസിലേക്ക് എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ആ വലിയ അന്വേഷണത്തില് അത് രക്ഷാകരമായ തിരുത്തായിരുന്നു എന്ന് അതുവരെ എൻ്റെ മനസ്സിൽ ഇല്ലാതിരുന്ന ആ 2 വാക്കുകൾ കോയിൻ്റ് ആവാനും പുനരൈക്യം ഒരു രക്ഷാകരമായ തിരുത്താണ് എന്നെന്നിലേക്ക് അത് ഇങ്ങനെ പകർന്നു തരാനും പിതാവിൻ്റെ നിറസാന്നിധ്യമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഐ ഫീൽ റിയലി വണ്ടർ. വളരെ കുറച്ച് നാളത്തെ പരിചയത്തില് പിതാവിനെ ഇവിടുകൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് എൻ്റെ ചിന്തകളെയും എൻ്റെ സമയത്തെയും ഒക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഒരു കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ട്രമൻഡസ് വാല്യൂഡ് ലൈക്ക് ഐ ഫെൽറ്റ് വിതിൻ മൈസെൽഫ്. ആ ഒരു പ്രാന്തിലായിരിക്കണം, അല്ലെങ്കിൽ as I said in the beginning, bitten by a bug like I began to read. റീഡിനേക്കാൾ അധികം അദ്ദേഹത്തോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ആ ആ പ്രശ്നങ്ങളോടൊന്നിച്ച് ആ പ്രശ്നങ്ങളെ എന്നിലേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നൊരു വ്യക്തി എങ്ങനെ ചിന്തിക്കും, ദൈവത്തെ സ്നേഹിക്കുന്ന, ഉള്ളിൽ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുന്ന ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കും എന്ന് അദ്ദേഹത്തിനോട് ഒന്നിച്ച് ആഴത്തിലുള്ള ഒത്തിരി ധ്യാനങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടായിരുന്നു. ഓൺ ദിസ് പോയിന്റിൽ
ഐ റിയലി ഫീൽ ബ്ലെസ്ഡ് ഈ വലിയ മനുഷ്യനെ അറിയാനും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനും കഴിഞ്ഞ 2 വർഷങ്ങള് ആ ഒരു ചിന്തയിൽ വളരാനും അത് എന്നെ തന്നെ മാറ്റിമറിച്ചു. എൻ്റെ ധ്യാന ചിന്തകളെ, എൻ്റെ ധ്യാനം കൊടുക്കുന്ന രീതികളെ, എൻ്റെ പൗരോഹിത്യത്തെ, ഈ ലോകത്തിനെ ഞാൻ കാണുന്ന രീതികളെ, എൻ്റെ മിഷൻ ചൈതന്യത്തെ. സോ മറ്റുള്ളവരെ അത് സ്പർശിച്ചോ എന്നതിലധികം he gave me answer for many things which I was searching. മിഷനിലെ, ജനങ്ങളിലെ, ഈ ലോകത്തിലെ, ഈ ഫ്യൂച്ചറിൽ എങ്ങനെ ഒരു പുരോഹിതനാകണം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന മിഷൻ റിട്രീറ്റുകളിലെ അതിൻ്റെ ആ സമുന്നയിപ്പിക്കുന്ന രീതികളിലൊക്കെ ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും പിതാവ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉത്തരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാനത് ഇവാനിയൻ വേ ആയിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഇതിൽ ഒത്തിരി ബൈ പ്രൊഡക്റ്റുകൾ ഇനിയുമുണ്ട്. ആ പിതാവ് എന്ന പുരോഹിതൻ, പിതാവിൻ്റെ ആഴത്തിലുള്ള സന്യാസത്തിൻ്റെ ചില ഭാവങ്ങള്, അങ്ങനെയുള്ള ചില ഭാവങ്ങളെ ഞാൻ മാറ്റി നിർത്തി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ പിതാവ് സ്നേഹിച്ച ആ സഭയ്ക്ക് പിതാവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ എല്ലാവരെയും ഒന്നിപ്പിച്ച, അല്ലെങ്കിൽ പിതാവിനോട് കൂടെ അതൊക്കെ മനസ്സിലാക്കിയ ഒരു ജനതയോടൊപ്പമാണ് നടന്നത്. ഇപ്പൊ ചില നടക്കലുകൾ പിതാവ് ഒറ്റയ്ക്കാണ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇവാനിയൻ വേ പിതാവും അന്നത്തെ ആ ജനങ്ങളും, ആ ഫൗണ്ടേഷൻ ഗ്രൂപ്പ് എന്ന് ഞാൻ 27 തൊട്ട് 37 വരെ എന്നുള്ള ഒരു സമയത്തിനെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും കൂടെ നടന്ന ഒരു വഴിയാണ്. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വഴിയായിരുന്നില്ല, മറിച്ച് പിതാവിനോടുകൂടെ ആ ജനങ്ങളും നടന്നിട്ടുണ്ട്. പിതാവ് ഒറ്റയ്ക്ക് നടന്ന ചില വഴികളുണ്ട് അങ്ങനെ കാണുന്നതും. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പുനരൈക്യത്തിലേക്ക് അതിനെ കുറച്ചു കൊണ്ടുവരികയും, പുനരൈക്യത്തിലേക്ക് എങ്ങനെ പിതാവ് വളർന്നു, പുനരൈക്യത്തിലേക്ക് ഒരു ജനതയെ എങ്ങനെ ആഹ്വാനിച്ചു, പുനരൈക്യം ഇന്നും ചുരുളഴിയുന്ന ഒരു വലിയ സ്പിരിച്വൽ വെൽത്ത് ആണെന്ന് പിതാവ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ നന്ദി പ്രകാശിപ്പിക്കുന്ന ഈ സമയത്ത് ഞാൻ മാർ ഇവാനിയോസ് പിതാവിനെ എൻ്റെ കാലത്ത് ജീവിച്ച, അല്ലെങ്കിൽ എന്നെ വളർത്തുന്ന ഒരു ഗുരുവായിട്ട് കാണുന്നു. എന്നോട് ബർണബാസ് പിതാവ് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഇവാനിയോസ് പിതാവിനെ മനസ്സിലാക്കി ഇങ്ങനെ ധ്യാനങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ ഇപ്പൊ തിരിച്ചു പോകുന്നു, ഹൗ ഇറ്റ് വിൽ ബി? പിതാവിലൂടെ ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഡയസിസിലേക്ക് തിരിച്ചു പോകുന്നത്. അധികാരിയെ തിരിച്ചറിയാനും അനുസരണത്തിന്റെ ആഴങ്ങളിലെ നമ്മുടെ പൗരോഹിത്യവും സന്യാസവും ഒക്കെ നമുക്ക് സെൻസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടത്. അത് ഒരുപക്ഷെ നമുക്ക് പലതരത്തിലുള്ള ഭാവങ്ങളും അല്ലെങ്കിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിൽ വരാം. പക്ഷെ അനുസരണത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കണം. അത് ഞാൻ പിതാവിൽ നിന്ന് പഠിച്ച ഒരു വലിയ പാഠമാണ്. ഒരുപക്ഷെ 2 വർഷം ഞാൻ ഇഗുഡ്ഗാവ് ഡയസിസില് നന്മയ്ക്ക് വേണ്ടിയാണ് നിന്നെങ്കിലും എൻ്റെ പിതാവിനെ ഞാൻ അല്പം അനുസരിക്കാതെ ഇരുന്നോ എന്നുള്ളൊരു ചിന്ത എന്നെ എപ്പോഴും മതിച്ചിരുന്നു. മലങ്കര സഭയിലെ എനിക്കുള്ള പോസിബിലിറ്റികളൊക്കെ ഒത്തിരി ആകർഷിക്കുന്നതായിരുന്നു. സോ മച്ച് ഓഫ് ലവ്ഡ്. പക്ഷെ ദെൻ പിതാവിലൂടെക്ക് കടക്കും തോറും ഐ ബിഗാൻ ടു ഫീൽ വി മസ്റ്റ് ഒബേ. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. സുപ്പീരിയർ പറയുമ്പോൾ നമ്മൾ അനുസരിക്കണം, ശരിയായ അധികാരിയെ തിരിച്ചറിയണം എന്നൊക്കെയുള്ള ആ ഭാവങ്ങളിലേക്ക് വന്നപ്പോൾ ഞാനും എന്നെ തന്നെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ ആ അനുസരണയെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ഭാവങ്ങളിലൊക്കെ അനുസരിക്കണം. സഭയെയും കുർബാനയെയും ദൈവത്തെയും മാലാഖമാരെയും ഗുരുജനങ്ങളെയും ഈ ലോകത്തിൻ്റെ നിയമങ്ങളെയും ഒക്കെ അനുസരിക്കണം. മലയെയും പുഴയെയും. ആ അനുസരണക്കേടിൽ നിന്നല്ലേ നമ്മൾ പറയുന്ന പല ഭാവങ്ങളും പൊന്തി വന്നത്. അനുസരിക്കുമ്പോഴല്ലേ പുനരൈക്യപ്പെടുന്നത്.
പിന്നീട് സന്യാസത്തിന്റെ ഭാവങ്ങളും ഞാൻ പിതാവിൽ നിന്ന് പഠിച്ചു. നമ്മൾ എല്ലാവരും സന്യാസികളാവണം. അത് കുടുംബജീവിതത്തിലായിക്കോട്ടെ, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, പൗരോഹിത്യ സന്യാസി. എവൻച്വലി നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യരാകാൻ വേണ്ടി നമ്മെ തന്നെ വളരെ ഒത്തിരി കറക്ഷനിലൂടെ, ഇന്ദ്രിയാസക്തികളുടെ ദമനത്തിലൂടെ നമ്മൾ സന്യാസികളാവണം. സന്യാസം, ഇപ്പോൾ ഐ ലേൺഡ് വൺ തിങ് ദാറ്റ് സന്യാസം അത് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് ആ സഭാത്മകത. കത്തോലിക്ക സഭയെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു പിതാവ്, ഞാൻ സഭയെ അത്രയും കണ്ട് സ്നേഹിച്ചിട്ടില്ല. കത്തോലിക്ക സഭയിലെ അച്ഛനാണെങ്കിൽ പോലും സഭയെ ഇത്രയും ഊഷ്മളമായിട്ട് കാണുക, സഭ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ത്രില്ലാവുക, അത് ഞാൻ പിതാവിൽ നിന്ന് പഠിച്ചതാണ്. പിതാവിനെ പഠിച്ചതിന് ശേഷമുള്ള എൻ്റെ പൗരോഹിത്യം, ഞാൻ സഭയെ കാണുന്നത്, സഭയെ സ്നേഹിക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നതൊക്കെ വലിയ മാറ്റങ്ങൾ എന്നിൽ വന്നു. അതുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ ഞാൻ കൂപ്പുകായി ഓടെ നിൽക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു, പിതാവിനെ സംരക്ഷിക്കാം. പിതാവിനെ സംരക്ഷിക്കുന്നത് എൻ്റെ ഒരു കടമയാണെന്ന് പോലും എനിക്ക് തോന്നാൻ തുടങ്ങി. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ നിൽക്കാനുള്ള ഒരു കാരണം, ജേക്കബ് ബാർ ബർണബാസ് എന്ന് പറയുന്ന ഒരു വലിയ ബിഷപ്പിന്റെ ഒരു വലിയ ജനറോസിറ്റിയിലാണ്. ഗുഡ്ഗാവ് ഡയസിന്റെ ബിഷപ്പാണ് ജേക്കബ് ബാർ ബർണബാസ്. പിതാവായിട്ട് ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പിതാവായിട്ട് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് വന്നത്. പിതാവാണ് ഈ വാനിയൻ വേ എന്ന വഴി സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു അഡ്വഞ്ചറിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് പ്രൊനൗൺസ് ചെയ്ത രീതിയും അതിൽ ഞാൻ കണ്ട ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു സിൻസിയറിറ്റി എന്നെ ജസ്റ്റ് ഇറ്റ് കോസ്റ്റഡ് ദെൻ ആഫ്റ്റർ ഇറ്റ് കോസ്റ്റഡ് മീ 2 years. സഡൻലി കണ്ണ് തുറക്കുമ്പോഴേക്കും 2 വർഷങ്ങൾ കടന്നുപോയതുപോലെ എനിക്ക് തോന്നി. ലൈക്ക് എ സ്പെല്ല് പോലെ ആ പിതാവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്നെ അങ്ങനെ ആകർഷിക്കുകയും ഡൽഹിയിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് പിതാവും ഞാനും തമ്മിൽ ഈ ഇവാനിയൻ വഴിയെക്കുറിച്ച് പല സമയങ്ങളിൽ വെളുപ്പിന് 3 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിക്കും. പിതാവാണ് എന്നെ ആദ്യം ഇവാനിയൻ തിങ്കിങ്ങിലേക്കും ഇവാനിയസ് പിതാവ് എന്ന വ്യക്തിയിലേക്കും അദ്ദേഹത്തിന്റെ സന്യാസഭാവങ്ങളിലേക്കും he has something to tell all of us. നമ്മുടെ മിഷനെ കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ ഈ പിതാവിന് എന്തൊക്കെയോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അച്ഛനിലൂടെ പറയും എന്ന് എന്നോട് പറയുകയും, പലപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ തൃശ്ശൂരിൽ കോപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇറിറ്റേഷൻ വന്ന് ഞാൻ നിർത്തുമ്പോൾ he begin to say no, he wants to talk to you. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പിതാവ് എന്നെ എൻകറേജ് ചെയ്യാനും അൺകാനി വേ he began to talk and guide me. അങ്ങനെയാണ് ഞാൻ ഈ ഇവാനിയന്റെ ഉള്ളിലേക്ക് കടന്നത്. പല ടൈമിലും ഐ തോട്ട് ഐ ജസ്റ്റ് സ്റ്റോപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ടു ഹെവി ആയിട്ട് ചില നേരത്തൊക്കെ തോന്നുമായിരുന്നു. അപ്പോഴൊക്കെ പിതാവിന്റെ സാമീപ്യം, പിതാവ് ഒരു ബഥാനിയൻ എന്നുള്ളത് അദ്ദേഹം അത് പറയാൻ തുടങ്ങുമ്പോൾ അപ്പൊ പിന്നെ പിതാവിന് വേണ്ടി അത് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഐ റിയലി ലവ് ദാറ്റ് ബിഷപ്പ്. കാരണം ഹാപ്പി ദ വൺ ഹു ഗെറ്റ്സ് എ സ്പോൺസർ ലൈക്ക് ദാറ്റ്. നമ്മുടെ ഉള്ളിലെ ബെസ്റ്റിനെ പുറത്തു കൊണ്ടുവരുന്ന, നമ്മൾ അൺകണ്ടീഷണലി സ്നേഹിക്കുന്ന, ചിലപ്പോഴൊക്കെ നമ്മുടെ ചില വാശികളെ അബ്സോർബ് ചെയ്യുന്ന, നമ്മൾക്ക് ഈ ദിസ് മാൻ ക്യാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കംഫർട്ടബിലിറ്റിയെ നോക്കുന്നു. സോ ഐ എം സോ ഫോർച്ചുനേറ്റ് ടു കം അക്രോസ് ബിഷപ്പ് ജേക്കബ് മാർ ബർണബാസ് who initiated me the whole these thing, accompanied me. Then പിന്നീട് ഞാൻ പിതാവിനോട് കുറെ നാളായി ഇനിത് ആരോടെങ്കിലും എനിക്ക് പറയണം എന്ന് പറയുമ്പോൾ അച്ഛാ ഇതിങ്ങനെ നോ ഐ വാണ്ട് ടു ടോക്ക് ടു സം പീപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരത്തേക്ക് കടന്നു വന്ന് കത്തോലിക്കേറ്റിലെ ആദ്യത്തെ ഇവാനിയൻ ധ്യാനം പിതാവ് വിളിച്ചുകൂട്ടി. അപ്പൊ പലരും പിതാവിനോട് പറഞ്ഞു വാട്ട് ഇസ് ദ ഹെൽ ഈസ് ഗോയിങ് ടു ടെൽ us about now. പക്ഷെ പിതാവ് ജസ്റ്റ് അലൗഡ് മീ. എനിക്ക് അങ്ങനെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ആർക്കും എന്നെ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എന്താവും പറയാൻ പോണേന്നും അറിയില്ലായിരുന്നു. പക്ഷെ ദെൻ he took initiative to create that field for me here. So I was so happy.
പിന്നീട് ഞാൻ 2 വർഷം ഗുഡ്ഗാവ് ഡയസിസിൽ നിന്നതിൽ ആദ്യത്തെ ഒരു 6-7 മാസം ഞാൻ ഈ പുസ്തകങ്ങൾ വായനയിലും ഇവാനിയസ് പിതാവിന്റെ ഇത് വായനയിൽ മാത്രം ജീവിച്ച്. അപ്പൊ അവിടുത്തെ ഒരു മൈനസ് സെമിനാരിയിലാണ് ഞാൻ വിളിച്ചു, ഗിരിദ്വീപ് മൈനസ് സെമിനാരി എന്ന് പറയുന്ന മൈനസ് സെമിനാരില്. പിന്നീട് പതുക്കെ ഞാൻ ഒരു മിഷൻ കോർഡിനേറ്റർ ആവാനും ഇടയ്ക്കൊക്കെ പുറത്തു പോകാനും ഒക്കെ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ആ സെമിനാരിയിൽ മാത്രം ജീവിച്ചു. സംടൈംസ് ആ ഫ്ലോറിന്റെ താഴ്ത്തിക്ക് പോലും പോയില്ല. അപ്പൊ അവിടെ 3 അച്ഛന്മാര് മലങ്കരയുടെ മുഖങ്ങളായിട്ട് ഞാൻ കണ്ടവർ. ആദ്യം എൻ്റെ കോണ്ടാക്ട് വിത്ത് മലങ്കര ചർച്ച് 3 സഹോദരന്മാര് ജസ്റ്റ് എന്നെ സംരക്ഷിച്ചു. അവര് എൻ്റെ ബോറിങ്ങുകൾക്ക് മുമ്പിൽ ഞാൻ ചോദിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് തന്നു. അവർ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും ഓരോ കെട്ട് പുസ്തകങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ നിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ചായ കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ബോറടിക്കുമ്പോൾ എന്നെ നടക്കാൻ കൊണ്ടുപോകാൻ തുടങ്ങി. 3 അച്ഛന്മാര് ഈക്വലി ലവ്ഡ്, പ്രൊട്ടക്റ്റഡ്. സോ അവരുടെ ആ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും പിന്നെ മലങ്കരയുടെ പല ചോദ്യങ്ങൾക്ക് അവർ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചൊക്കെ തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്ര വേഗത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇത് വരില്ലായിരുന്നു. ആ 3 അച്ഛന്മാരെ ഞാൻ ഈ നന്ദി പറയുന്ന ഭാഗത്ത് ഓർക്കുന്നു. അവിടുത്തെ ഗിരിദ്വീപം സെമിനാരിയിലെ റെക്ടറായിരിക്കുന്ന ഫാദർ അജി, വളരെ സ്നേഹത്തോട് വിളിക്കുന്ന അജി അച്ഛൻ, അന്നത്തെ സോഷ്യൽ സർവീസിൻ്റെ ഒക്കെ ഡയറക്ടറായിരുന്ന ഒരു ഫാദർ വിശാഖ്, തിരുവല്ലയിൽ നിന്നുള്ള അവിടുത്തെ പ്രൊക്രേറ്ററായിരിക്കുന്ന സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്ന ടോജു അച്ഛൻ. അവരുടെ 3 പേരുടെ അൺകണ്ടീഷണൽ ലവ്, ആ സെമിനാരിയിലുള്ള മക്കളുടെ ഒക്കെ സപ്പോർട്ട് ഇത് ചെയ്യാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചു. പിന്നീട് ഗുഡ്ഗാവ് ഡയസിസിലെ വിശ്വാസികള്, പാസ്റ്ററൽ ഗ്രൂപ്പുകള്, ഒരു NC ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, പിന്നീട് മലങ്കര സഭയിലെ ഗുഡ്ഗാവ് ഡയസിസിലുള്ള പല സീനിയേഴ്സും എനിക്ക് മലങ്കരയെക്കുറിച്ചും ഇവാനിസ് പിതാവിനെ കുറിച്ചും അവരുടെയൊക്കെ ഇടവകകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു. അവരൊക്കെ ഞാൻ ഇന്ന് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് നിൽക്കാൻ കാരണം ഇതൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് അവസാനം മലങ്കര പറയണത് ഹൂ വാണ്ട്സ് ഓൾ ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അപ്പൊ ഞാൻ ഒരു ദിവസം ബർണോസ് പിതാവിനോട് പറഞ്ഞു, കാർഡിനലിനോട് സംസാരിക്കാനായിട്ട് എനിക്കൊരു ചാൻസ് തരുമോ? കാർഡിനലിനായിട്ട് എനിക്ക് സംസാരിക്കണം. ഐ വാണ്ടഡ് ടു ആസ്ക് ഹിം, ഇങ്ങനെ ഒരു വെഞ്ചറിന് അങ്ങയുടെ മനസ്സ് എന്താണെന്ന്. അപ്പൊ ഞാൻ കാർഡിനലിന്റെ ദൈവമഹത്വവും മനുഷ്യ നന്മയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതേ എനിക്കൊരു വലിയ മനുഷ്യനാണ്. നമ്മൾ ഒരു കുഞ്ഞ് ഡയസിസിൽ ഒരു കുഞ്ഞ് ഡയസിസിന് അച്ഛൻ, കാർഡിനല് അങ്ങനെയാണെങ്കിൽ ബാപ്പറെ വലിയ എനിക്ക് മുന്നിൽ നിൽക്കാൻ പോലും പേടിയായിരുന്നുള്ള പോലെയാണ്. പക്ഷെ അന്ന് CBCI പ്രസിഡന്റ് ആയിരുന്ന പിതാവ് ഇടയ്ക്ക് ഗുഡ്ഗാവിലേക്ക് വരും. അപ്പോൾ ഒരു ദിവസം പിതാവ് ഇങ്ങനെ, ഇത് സൈമണാണ്, സൈമൺ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, ഈ കം വിത്ത് മീ, നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം, ഇപ്പോൾ ട്രാഫിക് ജാം കിട്ടണമെങ്കിൽ നമുക്ക് ലോങ് ടൈം വർത്താനം പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ടുക്ക് മീ ബൈ ദ വെഹിക്കിൾ. അങ്ങനെ എയർപോർട്ട് വരെ 1.5 മണിക്കൂറോളം എടുത്ത് എയർപോർട്ടിൽ എത്താനായിട്ട്. സോ ഞാൻ പേടിച്ചായിരുന്നു സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങി നിന്ന് പിതാവിനെ യാത്രയാക്കുന്ന നേരത്ത് ഞാൻ ചോദിച്ചു, ഷാൽ ഐ പ്രൊസീഡ്? ദെൻ ഒത്തിരി അനുഗ്രഹത്തോടു കൂടി പറഞ്ഞു, പ്രൊസീഡ്, ഐ വാണ്ട് ദാറ്റ്. അച്ഛൻ അങ്ങനെ വായിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച ആളിങ്ങനെ തമാശ പറഞ്ഞായിരിക്കുന്നത്. സോ പിന്നത്തെ പ്രാവശ്യം ആള് വരണമെന്ന് കേട്ടപ്പോൾ ഐ വെന്റ് എയർപോർട്ട് ടു പിക്ക് ഹിം അപ്പ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വീണ്ടും സക്കേത്ത് വരെ ലോങ് ടൈം. അപ്പം ഞാൻ പിതാവിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഷാൽ ഐ ബ്രീഫ് യു ടിൽ വാട്ട് ഐ ടോൾഡ് യു അപ് ടു നൗ? മൈ ഗുഡ്നസ്, പിതാവ് ഞാൻ എവിടെ വെച്ച് നിർത്തി എക്സാക്ട് അത് എന്നോട് തിരിച്ചു പറഞ്ഞു, ഇവിടെയല്ലേ നീ നിർത്തിയിരുന്നത് എന്ന് ചോദിച്ചു. സോ വി ആർ മീറ്റിംഗ് ആഫ്റ്റർ 2 months after. He kept everything what I told. Then I said, shall I brief you the next day? So I briefed again for another an hour. I briefed to be reached here. The third time I met, he knew where I stopped. Then എന്നോട് പറഞ്ഞു, അച്ഛൻ നാട്ടിലേക്ക് വന്നോ, you just proceed with all that. I have no answers what you are saying, but അച്ഛൻ അങ്ങനെ വായിക്കുന്നത് ഇറ്റ്സ് മേക്ക് മീ ഹാപ്പി. പിന്നീട് ഇവിടെ ധ്യാനം കൊടുത്തപ്പോഴും ഒത്തിരി നന്മകൾ തിരുസന്നിധിയിലേക്ക് വിളിച്ചു. ഞാൻ ഒരു 17 ദിവസത്തോളം
തിരുസന്നിധിയിൽ താമസിച്ചു. ആർക്കൈവൊക്കെ നോക്കുമ്പോൾ ഭാവത്തിരുമേനയുടെ ആ ഒരു സ്നേഹം, നോബഡിയോടുള്ള ഒരു സ്നേഹം, ആ ഒരു ഊഷ്മളത, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്പന്ദനം ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നി. സോ ഐ പ്രൊസീഡഡ് വിത്ത് ഇറ്റ്. ഈ മൊമെൻറ്റിൽ ആ വലിയ പിതാവിനോട് വലിയ സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ ഊഷ്മളമായ ആ ഒരു പ്രസൻസിനോട് ഞാൻ ഒത്തിരി കൃതജ്ഞതയോടുകൂടെ നന്ദി പറയുന്നു. പിതാവിനോടുകൂടെ ഒരു പ്രാവശ്യം റാന്നിന്ന് തൊട്ട് തിരുവനന്തപുരം വരെ നടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ പല നടക്കലിൻ്റെ ഗ്യാപ്പുകളിൽ ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നു. എന്നോട് അച്ഛൻ സുഖമാണെന്ന് ചോദിക്കാൻ, മറ്റുള്ളവരോട് ഞാനും നടക്കുന്നുണ്ടെന്ന് പറയാനൊക്കെയുള്ള വലിയ മനസ്സ് കാണിച്ചു. ഇപ്പോഴും എന്നെ ഒത്തിരി സ്നേഹിച്ചു. സോ ഹാപ്പി ടു ഹാവ് മെറ്റ് ഹിം. സോ ഐ എം സോ ഹാപ്പി. പിന്നീട് എൻ്റെ പിതാവിനോടും ഞാൻ നന്ദി പറയുന്നു. ബിഷപ്പ് ശരത്ചന്ദ്രൻ നായിക്ക്, എൻ്റെ രൂപതയിലെ എൻ്റെ പിതാവ്, എന്നെ വളർത്തിയതും എൻ്റെ ചെറിയ കുറുമ്പുകളൊക്കെ സമ്മതിച്ച് തരുന്നതും, പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു അഡ്വഞ്ചറിലാണെന്ന് അറിഞ്ഞപ്പോൾ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചതും, പിന്നീട് ഇപ്പോൾ ഞാൻ തിരിച്ചു ചെന്നപ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ എന്നെ ആ ഒരു പിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ധ്യാനം ഇവിടെ കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ആൾക്കാർ ഫീഡ്ബാക്ക് തന്നിരുന്നു. അതിൽ ബെഥനി സിസ്റ്റേഴ്സിൻ്റെ ജനറാള് ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഗ്രൂപ്പും അവർ ഒത്തിരി സ്നേഹത്തോടുകൂടെ എനിക്ക് ഫീഡ്ബാക്ക് തരികയും പിന്നെ ജനറലേറ്റിലേക്ക് വിളിച്ച് അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വീണ്ടും ഇവാനിയൻ ധ്യാനം കൊടുക്കാൻ പറയുകയും പിന്നീട് ഒത്തിരി സിസ്റ്റേഴ്സ് എനിക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കറക്ഷനുകളും പല ഭാഗങ്ങൾ തിരുത്തേണ്ടതിനെക്കുറിച്ചുമൊക്കെ എനിക്ക് തന്നതിനോർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് ഇത് അന്വേഷിച്ച് നടന്നപ്പോൾ അന്തോണിയോസ് പിതാവ് പൂന ഡയസിസിൻ്റെ, മലങ്കരയുടെ പൂന ഡയസിസിൻ്റെ ബിഷപ്പായ അന്തോണിയോസ് പിതാവ് സ്നേഹത്തോടു കൂടി എന്നെ പൂനെയിലേക്ക് വിളിക്കുകയും ഇവാനിയൻ ധ്യാനം പൂന എപ്പാർക്കിയിലെ എല്ലാ അച്ഛന്മാരായിട്ടും പിതാവിനോട് കൂടെ ആ ധ്യാനം നടത്തുകയും അവിടുത്തെ അച്ഛന്മാരും ഈ പിതാവും ഒത്തിരി ഫീഡ്ബാക്ക് തരികയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മൂവാറ്റുപുഴയിലുള്ള പിതാവ് തിയോഡേഷ്യസ് പിതാവ് എന്ന് പറയുന്ന പിതാവ് വന്ന് ഇവിടെ ഈ കത്തോലിക്കേറ്റിൽ ഉണ്ടായിരുന്ന പിതാവായിരുന്നു. ആ പിതാവിൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി ഡിസ്കസ് ചെയ്യും. പിതാവും ഒത്തിരി സ്നേഹത്തോടുകൂടെ എന്നെ എൻകറേജ് ചെയ്യുകയും യു ക്യാൻ എന്ന അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എനർജി പമ്പ് ചെയ്യുകയും ചെയ്തു. ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഇറ്റ് വാസ് എ വെരി ഹ്യൂജ് യാത്ര. ഒത്തിരി സമയം ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു. 50 പ്രഭാഷണങ്ങൾ ഇപ്പോൾ അവസാനിക്കുമ്പോൾ ഐ ഫീൽ സോ ത്രിൽഡ്. പിതാവിനോട് കൂടെ നടക്കാൻ കഴിഞ്ഞത്, നിങ്ങളോട് കൂടെ നടക്കാൻ കഴിഞ്ഞത്, പിന്നീട് നിങ്ങളോട് ഇത് സംസാരിക്കുന്നതും കാര്യങ്ങളും പറയുമ്പോൾ ദൈവം അയച്ചതുപോലെ വേറൊരു അച്ഛൻ എൻ്റെ പിന്നിലും മുന്നിലും നെടുന്തൂണ് പോലെ വന്നു. ആണ് ആൻ്റണി കാക്കനാട്ട് അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ. ആ അച്ഛനാണ് ഈ മലങ്കരയുടെ സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറും ഈ സുവിശേഷ സംഘങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന അച്ഛൻ. ആ അച്ഛൻ്റെ ബാനറിലാണ് ഈ യൂട്യൂബൊക്കെ വന്നിരിക്കുന്നത്. നിങ്ങൾ അടിക്കുമ്പോൾ ഈ സുവിശേഷ സംഘം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. അച്ഛനാണ് ആദ്യമായിട്ട് ഈ ധ്യാനം അറേഞ്ച് ചെയ്യാൻ ബർണാസ് പിതാവിനോട് കൂടെ അറേഞ്ച് ചെയ്തത്. പിന്നീട് 1 വർഷം ഞാൻ അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പരിപാടി, ഇനി ഇതൊന്നും നടക്കില്ല. അപ്പോൾ ബർണാസ് പിതാവും പറഞ്ഞു, അച്ഛനെ തീർക്ക്, വിൽ സി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിനിഷ്, ഈ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാനത് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് ജനുവരിയിൽ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. കാരണം ഐ തോട്ട് ഇറ്റ്സ് നോട്ട് പ്രൊസീഡിങ് ഫർദർ, സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആ ഡിസംബർ മാസത്തിൽ, ജനുവരിയിൽ പോകാനിരിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ ആൻ്റണി കാക്കനാടച്ചൻ വീണ്ടും എന്നെ വിളിച്ച് അത് റിമൈൻഡ് ചെയ്തു, നമുക്ക് ആ ഇവാനിയൻ ധ്യാനം 1 പ്രാവശ്യം കൂടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ഈ അറേഞ്ച്ഡ് ഇറ്റ് അഗെയിൻ. ഫ്രം ദെയർ ഇറ്റ് പിക്ഡ് അപ്പ്. സോ ഐ എക്സ്റ്റെൻഡഡ് 1 more year. അതല്ലെങ്കിൽ ഞാനത് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് അതിൽ നിന്ന് കിട്ടിയ അറിവുകളിൽ വീണ്ടും ഒത്തിരി കറക്ഷനുകൾ നടത്തുകയും വീണ്ടും അതിൽ കൂടെ കടന്നു പോവുകയും ചെയ്തു. ആ അച്ഛനാണ് ഇത് റെക്കോർഡ് ചെയ്യാം, ഇത് ഒരു റെക്കോർഡായിട്ട് കിടക്കട്ടെ, ആൾക്കാർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ, പക്ഷെ
ഇങ്ങനെ ഒരു അഡ്വഞ്ചർ നടത്തിയിരുന്നു, ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു അഡ്വഞ്ചർ നടത്തിയിരുന്നു, അങ്ങനെ ഒരു സ്പിരിച്വൽ റീഡിങ് നടത്തിയിരുന്നു എന്നുള്ളത് പിതാവ് അച്ഛൻ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യും. അച്ഛൻ്റെ മേൽനോട്ടത്തിലാണ് പിന്നീട് ഇതൊക്കെ റെക്കോർഡ് ചെയ്തതും എല്ലാ റെക്കോർഡിന് വന്നിരിക്കുകയും തലയാട്ടി അതിനെയൊക്കെ അപ്രൂവ് ചെയ്യുകയും ചെയ്ത് അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ഒത്തിരി നമിക്കുന്നു. സുവിശേഷ സംഘത്തിൻ്റെ ആധ്യാത്മികതയെ ഞാൻ ആദരിക്കുന്നു. ആ കുടുംബങ്ങളെ പുണ്യപ്പെടുത്തുന്ന രീതി അത് യോഹന്നാൻ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് പുനരൈക്യത്തിൻ്റെ രീതിയാണ്. അപ്പോൾ കാക്കനാട് അച്ഛനും സുവിശേഷ സംഘങ്ങൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ആരോട് നന്ദി പറയാനുള്ളത്? ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ലോങ് ടോക്കുകളാണെന്നൊക്കെ അറിയാം. അപ്പോൾ വീണ്ടും കേൾക്കണം. ഇൻ്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്ററാക്ട് ചെയ്യണം. ഏതെങ്കിലും ഏരിയകളിലൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻ്റ് വരണം, അല്ലെങ്കിൽ ആ ഏരിയ ക്ലിയർ ആയിട്ടില്ല അച്ഛാ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ. അത് മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ ശരിയാക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴൊക്കെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മലങ്കരയുടെ എല്ലാ മക്കളോടും ഒത്തിരി സ്നേഹം, സന്തോഷം. ഈ റെക്കോർഡൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഒരു ചെറിയ ചെറുപ്പക്കാരൻ മകനുണ്ട്. നിന്റെ പേര് ഞാൻ മറന്നു. ജെസു ജോസഫ്. ജെസു ജോസഫ് ആണ് എൻ്റെ യൂത്ത് ലിസണർ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവനോട് നോക്കും, ഇവൻ അപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ തലയാട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാ യൂത്ത് മക്കളുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലെ ആയിരുന്നു മലങ്കരയുടെ യൂത്ത് മക്കൾ പോലെ. ലവ് ഓൾ ദ മലങ്കറൈറ്റ്സ്. തിരുവനന്തപുരത്തൊക്കെയുള്ള ഇവാനിയൻ ഫ്രണ്ട്സുകൾ, പിന്നെ എന്നെ ഒത്തിരി ആൾക്കാർ മലങ്കരയുടെ ആൾക്കാർ കാണുമ്പോഴൊക്കെ ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്. ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഇത്രയും സ്നേഹം ഇവാനിസ് പിതാവിന് പറഞ്ഞതുകൊണ്ടല്ല എനിക്ക് കിട്ടിയത്. സോ മലങ്കര മക്കളുടെ എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദി. സംവെയർ ഐ എം ഓൾസോ മലങ്കരയായിട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നും, പുനരൈക്യത്തിൻ്റെ മകനായിട്ട് എനിക്ക് തോന്നും, പുനരൈക്യത്തിന് വേണ്ടിയാണ് അച്ഛനായതെന്ന് എനിക്ക് തോന്നും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.